എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് നമ്മുടെ ശബരിമലയിലുള്ള സന്നിധാനത്തുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് ഞാൻ ഈ കാണിക്കുന്നത്. ഈ ബിൽഡിങ്ങിലേക്ക് കടക്കുമ്പോൾ തന്നെ വളരെ അറപ്പുളവാക്കുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ വൃത്തിഹീനമായ ഈ വാഷ് ബേസിനുകൾ നോക്കിക്കായാൽ ടാപ്പുകളെല്ലാം കറുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണ്. അതായത് ഈ ടാപ്പുകളൊന്നും തുറക്കരുത് എന്നുള്ളതിൻ്റെ സിഗ്നലാണ്. അതായത് മുഖം കഴുകാനും പല്ല് തേക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന വാഷ് ബേസിനാണ് ഈ രീതിയിൽ ടാപ്പുകൾ കെട്ടി വെച്ചിരിക്കുന്നത്. പിന്നെ കക്കൂസുകളുടെ അവസ്ഥ ഒന്ന് നോക്കിക്കേ, വളരെ വൃത്തികെട്ടതും വളരെ എന്താ പറയുക, അങ്ങോട്ടേക്ക് നമുക്ക് ഒരു കാല് വെച്ച് അങ്ങോട്ട് കയറാൻ തോന്നില്ല, അത്രയ്ക്ക് അറപ്പുളവാക്കുന്ന രീതിയിലുള്ള കക്കൂസിൻ്റെ അവസ്ഥയാണ്. ഇതിവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇതിനകത്ത് തന്നെയാണ് കക്കൂസുകളും കുളിമുറികളും ഉള്ളത്. പ്രത്യേക ഏരിയ തിരിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു സ്ഥലത്തേക്കും നമുക്ക് കയറി ചെല്ലാൻ പറ്റില്ല. അത്ര വൃത്തികെട്ട രീതിയിലാണ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് വച്ചിരിക്കുന്നത്. പിന്നെ കുളിമുറിയും കക്കൂസും പ്രത്യേകം ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും സ്ത്രീകൾക്ക് കുളിമുറി എന്ന് പറയുന്ന ഒരു സംഭവമില്ല. അത് കക്കൂസിനകത്ത് തന്നെയാണ് കുളിക്കേണ്ടതെന്നാണ് അവർ പറയുന്നത്. കക്കൂസ് ഉപയോഗിക്കാൻ 5 രൂപയും കുളിക്കാൻ 10 രൂപയും. ആ റേറ്റിന് മാത്രമേ വ്യത്യാസമുള്ളൂ, പക്ഷേ ഏരിയയ്ക്ക് വ്യത്യാസമൊന്നുമില്ല. ആ കക്കൂസ് വൃത്തികെട്ട കക്കൂസിൽ നിന്ന് വേണം കുളിക്കാൻ. നോക്കിക്കേ, വിജനമായി ഇരുട്ട് മൂടിക്കിടക്കുന്ന സ്ഥലം, ലൈറ്റില്ല, കതകുകളൊന്നും കുറ്റിയില്ല, വാഷ് ചെയ്യാനായിട്ട് അവിടെ വെള്ളമില്ല. വളരെ ദയനീയമായ അവസ്ഥയിലാണ് ഇത് സംവിധാനം ഒരുക്കി വെച്ചിരിക്കുന്നത്. കോടിക്കണക്കിന് ഭക്തജനങ്ങൾ ഈ മലയെല്ലാം താണ്ടി കയറി വരുമ്പോൾ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡുകാരുടെ വക ഒരു സംവിധാനമാണിത്. ദയവായി നിങ്ങൾ ഭക്തജനങ്ങളോട് ഇത്രയും ക്രൂരത കാണിക്കരുത്. ഇപ്പോൾ പ്രസിഡൻറ്റ് വരുന്നു എന്നറിഞ്ഞിട്ട് ദേവസ്വം ബോർഡിൻ്റെ ഗസ്റ്റ് ഹൗസും പരിസരവും ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നു എന്ന് ഞാൻ വാർത്തയിലൂടെ വായിച്ചു. എന്നാൽ ഈ സാധാരണ ജനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഈ ബാത്റൂമും കൂടി, ഈ ടോയ്ലറ്റുകളും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. കാരണം കോടിക്കണക്കിന് വരുമാനമുള്ള ഒരു അമ്പലമാണ്. ഒരു സീസണിൽ തന്നെ 130 കോടിക്ക് മേൽ വരുമാനം ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇത്രയും വരുമാനമുള്ള ഒരു അമ്പലത്തിൻ്റെ ഒരു ഗതികേടാണിത്. ഇതെല്ലാവരും ഇത് ഷെയർ ചെയ്യണം, അധികാരികളുടെ മുന്നിൽ ഇത് എത്തിക്കണം. താങ്ക് യു.